बहुत स्वीट है എല്ലാവർക്കും ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാന്ന് അറിയാം. നമ്മുടെ അഞ്ജനയുടെ ഹൽദി സെറിമണിയാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. നമുക്ക് അഞ്ജനയെ ഇൻവൈറ്റ് ചെയ്യാം. മഞ്ഞൾ തേക്കുന്ന ഒരു സെറിമണിയാണ്. മഞ്ഞൾ തേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെങ്ങനെ കരിയാൻ തേക്കുന്നത്. പക്ഷെ അതിന് പിന്നെ കുറെ ഒരു ട്രഡീഷണൽ റിച്വലായിട്ട് ചെയ്യുന്നതിന് പ്രത്യേകതകളുണ്ട്. അതായത് മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു ആന്റി ടോക്സിക് ആയിട്ടുള്ള പ്യൂരിഫൈങ് ഒരു സംഭവമാണ്. അപ്പൊ നമ്മള് അവരിൽ ഉണ്ടാവുന്ന ഈവിൽ, അതായത് ദൃഷ്ടി ദോഷങ്ങളും അതേപോലെ ഉണ്ടാവുന്ന ഇമ്പ്യൂരിറ്റീസിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ, അതാണ് ഹൽദി എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഹൽദി സെറിമണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുഞ്ഞു കുഞ്ഞു ഗെയിംസും അതേപോലെ തന്നെ അവർക്ക് അവരുടെ പാരന്റ്സിന് അവരെ പറ്റിയിട്ട് പറയാനുള്ള എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നല്ല മോനാണ്, അതൊന്ന് കുറയ്ക്കണം. പിന്നെന്താ എന്താ പറയാ, മോള് കൊണ്ടുവച്ച വണ്ടി കുറച്ച് സ്പീഡാണ്. നല്ല കാര്യങ്ങൾ എന്താ, അവള് നല്ല ബോൾഡാണ്. അത് നല്ലൊരു പോസിറ്റീവ് ആണല്ലോ. നന്നായി ജീവിക്കണം, അതന്നെ മെസ്സേജ്. ഇനി അങ്ങോട്ട് മോനെന്താ വെച്ചാ വീട്ടില് അച്ഛനും ഇല്ല, അപ്പൊ അതിന് പകരം എല്ലാ വീട്ടിലായി നിൽക്കണം ഞങ്ങളുടെ കൂടെ, അത്രേ ഉള്ളൂ. ഞങ്ങളെ മോനാണ് അഞ്ജന, മരുമകളല്ല മോളായിട്ട് തന്നെയാ തോന്നിയിരിക്കുന്നത്. അഞ്ജന ഇപ്പൊ ആലപ്പാട് ഇൻഡസ്ട്രിയിലായിട്ട് ഒരുവിധ ആൾക്കാരെ എന്നോട് ചോദിക്കുന്ന അഞ്ജനയുടെ അച്ഛൻ എന്ത് എന്ന് ചോദിക്കുന്ന അവസരമായിട്ടുണ്ട്. അഞ്ജന ഞങ്ങളുടെ നാട്ടുകാരിയായിട്ടുണ്ട്. എന്നെ എന്റെ വീട്ടിൽ പറയാനുള്ള അകത്ത് കയറിയില്ല മാത്രമേ ഉള്ളൂ. വീടിന്റെ അവിടെ എപ്പോഴും നാട്ടിൽ കയറ്റിയില്ല, പിന്നെ ഇപ്പോൾ ഒന്നും പറയാനില്ല. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ്. പിന്നെ കുക്കിനെ കുറിച്ച് കുക്കും അത് കുക്കെന്ന് വിളിക്കാം. കുക്കെന്ന് പറഞ്ഞാൽ കുറച്ച് എന്റെ എന്തൊരു കാശ് കഴിച്ച് തരുന്നില്ല. കാരണം ഗൂഗിൾ പേ ആയതുകൊണ്ടേ അതിന് പഠിക്കില്ല, സമ്പാദിച്ചാൽ മതി. അതേപോലെ ഫോട്ടോ ഉണ്ട്. എന്റെ അമ്മൂന്റെ ചേട്ടൻ അതുണ്ടല്ല. പിന്നെ അഞ്ജുവിനെ പറ്റി പറയുകയാണെങ്കിൽ സ്ഥാനം കൊണ്ട് ശരിക്കും ഈ അടത്തിയമ്മടെ പോലെയാണ്. പക്ഷെ എനിക്ക് സ്വന്തം പെങ്ങളുടെ പോലെയാണ്. പെങ്ങളില്ല, അതുകൊണ്ടായിരിക്കും അത്രയും. പിന്നെ വേറെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കണതായില്ല ജീവിതം. അത് ഒരു കൊല്ലം മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞോണ്ട് ചിലപ്പോ എനിക്ക് പറയാൻ തോന്നായിരിക്കും. സ്നേഹിക്കുമ്പോഴുള്ള ലൈഫല്ല ജീവിതം. ജീവിക്കുമ്പോ അതിന് വേറെ അറിയാലോ, കഴിഞ്ഞവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അഞ്ജുവിന്റെ അടുത്ത് പറയാറുണ്ട്. ഞാൻ അഞ്ജുവിനെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയാറുണ്ട്, രണ്ടുപേരും ആരെങ്കിലും എന്താ പറയാ വഴക്കൂടുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അത് നാളേക്ക് വെക്കരുത് വഴക്ക്. അല്ല, ഒരാളല്ല, അത് നിങ്ങൾ അഞ്ജന എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇത് തന്നെയാണ്. ആളെ പ്രായത്തിനനുസരിച്ച് അതിനെക്കാട്ടും പക്വതയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണെങ്കിലും അതിലൊക്കെ ഒത്തിരി ഹാപ്പി. പിന്നെ അടിപൊളി കുട്ടിയാണ്. നമുക്ക് ആദ്യം തൊട്ടേ എനിക്ക് അഞ്ജനെ അറിയായിരുന്നു. പിന്നെ ഞങ്ങൾ കമ്പനി ആയതും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്, ഒരുവിധം കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. തൃശ്ശൂർ വരുമ്പോഴൊക്കെ വിളിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയപ്പോ സന്തോഷം. ഇനി ആഗ്രഹിക്കുന്ന അഞ്ജനയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ വേണം, അങ്ങനെ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്?
വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകും. പിന്നെ പ്രശ്നമൊന്നുമില്ല. അഞ്ജനയ്ക്ക് അപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ മതി. കുക്കുവിന് പറയ്. എന്തുകൊണ്ടറിയാം? വൈ കുറച്ച് കഴിയുമ്പോൾ ആള് മാറി ഞങ്ങളിങ്ങനെ എപ്പോഴും അങ്ങനെ വിളിച്ച് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ എപ്പോഴും ഒരു ഇതൊക്കെ തല്ലിടും. ബട്ട് സ്റ്റിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കംഫർട്ടബിൾ ആവും. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എനിക്ക് എന്തെങ്കിലും മെന്റൽ സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് എൻ്റെ കൂടെ ചേട്ടനുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ബാക്കി പിന്നെ ഞങ്ങൾ രണ്ടുപേർക്ക് അവരവരുടെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അല്ലാതെ എനിക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ കൂടെ നിൽക്കും ഉറപ്പുണ്ട്. നമ്മള് ഡാൻസ് ക്ലാസ് വഴിയാണ്, ഇത് കോവിഡ് കാലത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷെ ഞാൻ ആദ്യം അഞ്ജനെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ഏതോ വലിയൊരു ഒരു ടീച്ചറാണ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ്. പിന്നെയാണ് ആ കുട്ടി പഠിക്കുകയാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് അറിഞ്ഞത്. അതന്നെ എനിക്ക് വലിയൊരു റിയലൈസേഷൻ ആയിരുന്നു. ബിക്കോസ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന ഒരാള് സംസാരിക്കുന്നതും അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക ലൈക്ക് അവരുടെ ഒരു മെച്യൂരിറ്റി ലെവൽ. സോ അഞ്ജന എപ്പോഴും ആ ഒരു മെച്യൂരിറ്റി, ബിക്കോസ് നമുക്കൊക്കെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അഞ്ജന ഇത് ചെയ്യല്ലെന്ന് പറഞ്ഞാൽ ഷീസ് റെഡി, അങ്ങനെയാണ് അത്. പിന്നെ അദ്വൈതിനെ ചൂസ് ചെയ്തതിലും അവളുടേതായ ലൈക്ക് തീരുമാനങ്ങളും എല്ലാം അത് നല്ലതാവട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പിന്നെ അദ്വൈതിനെ പരിചയപ്പെട്ടു. പിന്നെ അവളുടെ അമ്മ എപ്പോഴും ചോദിക്കായിരുന്നത് പരിചയമില്ലാത്ത ഒരാളോട് എങ്ങനെ കമ്പനി ആയിരുന്നു. ഞാനാണ് അഞ്ജനേനെ പുറത്ത് കൊണ്ടുപോയി അതൊക്കെ ഇങ്ങനെ അവര് പറയും. ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത് അതായത് പറശ്ശിനിക്കടവൊക്കെ പോയിട്ടുണ്ട് പാരന്റ്സിന് കൂടെ. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് തന്നെ ഒറ്റയ്ക്ക് വിടുന്നത് അമ്മ സുഗിതേച്ചിയുടെ കൂടെയാണ്. അത് സുഗിതേച്ചിയിൽ അത്ര കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ചേച്ചിയുടെ കൂടെ പോയാൽ സെറ്റ് ആവുന്നുള്ളതാണ്. പക്ഷെ പിന്നെ അവിടെ നമ്മൾ പോക്കന്നെ ട്രെയിനിൽ ഇറങ്ങേണ്ടി വന്നിട്ടില്ല. അപ്പൊ എനിക്ക് പക്ഷെ അവൾ ആദ്യമായിട്ടും എന്റെ കൂടെ വരികയാണോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും അല്ലായിരുന്നു. ബട്ട് അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, മോൾ ആദ്യമായിട്ട് പുറത്ത് ഒറ്റയ്ക്ക് പോവുകയാണ് എന്നൊക്കെ. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് അറിയാലോ. ലൈക്ക് വീട്ടില് കുട്ടിയാണ്, പക്ഷെ പുറത്ത് അവളെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളും ഇപ്പൊ അച്ഛൻ പോയപ്പോഴും അച്ഛന്റെ ആബ്സെൻസിലും ഇതൊക്കെ നടത്താൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ടൊക്കെ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരാൾ മിസ്സായാൽ ആ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ ഒരു പെൺകുട്ടി, ഈ പ്രായത്തിലുള്ള പെൺകുട്ടിക്ക് പറ്റുമോന്ന് എനിക്ക് ഡൗട്ടാണ്. സോ അതിലൊരു റയറായിട്ട് കാണുന്ന അങ്ങനെ. പിന്നെ അഞ്ജനേനെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ടാണ് പരിചയം. സുഗിതേച്ചി പറഞ്ഞൊരു ഇമേജ് തന്നെയായിരുന്നു അഞ്ജനേനെ പറ്റിയിട്ട് ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഓൺലൈനിൽ കാണുമ്പോഴൊക്കെ. നമ്മൾ ക്ലോസ് ആയപ്പോൾ നമുക്ക് ആള് ഭയങ്കര മെച്ചുവർഡ് ആയിട്ടുള്ള എല്ലാവരും പറയുന്ന സെയിം തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. പക്ഷെ നമുക്ക് അഞ്ജന ആദ്യം എൻ്റെ അടുത്ത് അദ്വൈതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും മെസ്സേജിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമുക്കറിയാം ഈ കുട്ടീനെ എങ്ങനെയായിരിക്കും പാർട്ട്ണർ അല്ലെങ്കിൽ ആൾ സപ്പോർട്ടീവ് ആണോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത ഒരാൾക്ക് കൂടെയുള്ള ആൾ നല്ല സപ്പോർട്ടീവ് ആയാലാണ് കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ. അത് പക്ഷെ ഞങ്ങൾ അന്ന് അഞ്ജനയുടെ ഫസ്റ്റ് അരങ്ങേറ്റത്തിൻ്റെ ടൈമിൽ എനിക്ക് എന്നെക്കാളും കൂടുതൽ എൻ്റെ അമ്മയാണ് പറഞ്ഞത് അദ്വൈതിനെ പേഴ്സണലി മനസ്സിലാക്കിയത്. അവ ഉണ്ടാവും എന്നുള്ളത് നമുക്കപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്താ പറയുക, അവരുടെ ലൈഫിൽ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേച്ചി എന്തായാലും വരണട്ടോ എന്ന് പറഞ്ഞപ്പോ അഞ്ജുവിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാട്ടിലൊക്കെ വളരെ പഴക്കം ചെന്നൊരു റിലേഷനാണ്. എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അച്ഛൻ്റെ വീട്. പിന്നെ ഈയിടെ അന്ന് കുറേ കാലങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. പിന്നെയാണ് അഞ്ജു പറഞ്ഞ ചേച്ചി എനിക്ക് ഒരു പ്രാവശ്യം വിഷു കഴിഞ്ഞിട്ട് തന്നിട്ടില്ല, ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ചോദിച്ചു. അത്രയും വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഞാനത് മറന്നു. അപ്പം അത്രയും വർഷം എനിക്കൊരു 20 വർഷമൊക്കെ മുന്നേ ഉള്ള പരിചയം. 5 വയസ്സ്, അതായത് എമ്മിനിയിലൊക്കെ പ്രായം തൊട്ട് ഒരു പരിചയമുണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ആ പരിചയം ഒന്നുകൂടെ കൊടുക്കാൻ സാധിച്ചു. അഞ്ജുവിനെ പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ ബോൾഡാണെന്നുള്ളത് ഞാൻ അഞ്ജുവിൻ്റെ സ്റ്റുഡൻറ്റിനെ ആദ്യമായിട്ട് പാടിയ ആ ഒരു അരങ്ങേറ്റത്തിൻ്റെ സമയത്താണ് അച്ഛൻ്റെ ഒരു ആബ്സെൻസ് ഉണ്ടാവുന്നതും. പിന്നെ അത്
ഞങ്ങളൊക്കെ വിചാരിച്ചത് അന്ന് അരങ്ങേറ്റം നടക്കില്ല എന്നാ. പക്ഷെ അഞ്ജു പറഞ്ഞു നമുക്ക് ചെയ്യാം ചേച്ചിന്ന്. ഞങ്ങൾക്കായിരുന്നു ടെൻഷൻ, ദൈവമേ ഇങ്ങനെ ഇത് ചെയ്യുമെന്നാണ്. പക്ഷെ നമ്മുടെ എല്ലാ കാര്യത്തിലും ഇതുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ കുട്ടി ഇത്രയും ബോൾഡായത് കാരണമാണ് എനിക്ക് തോന്നുന്നു അമ്മ എന്നെ ഇങ്ങനെ നിൽക്കണമെന്ന്. അമ്മ പറയാറുണ്ട് ആ ഒരു വീട് ശരിക്കും അഞ്ജുവിൻ്റെ ഒരു ഇതിലാണ് ആ വീടെന്നെ എങ്ങനെ പോണത് എന്നുള്ളത് പറയാറുണ്ട്. അപ്പം എന്തായാലും ഈ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ആ കല ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ തന്നെ വേണം, അത് ലൈഫ് ലോങ് അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനുള്ള ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞു. എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഒരു ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടി തന്നെയാണ്, അത് വേറെ വിഷയം. പക്ഷെ ആ അടിയൊക്കെ ഒന്നാവണത് ആ ഒരു കല ഞങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിലുള്ളത് കാരണമാണ്. നമുക്ക് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കല കിട്ടുള്ളൂ. അതുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാം മറികടക്കാൻ സാധിച്ചത്. അപ്പം എന്തായാലും ഇതേപോലെ സന്തോഷമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. സ്വന്തം നീതി എല്ലാവരും കേട്ടോ, അവരൊക്കെ ആണല്ലോ അറിയാലോ, ഞാൻ പറയാറുണ്ട്. എന്നാലും അഞ്ജലി അനിയത്തി നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരെല്ലാവരും. പിന്നെ എന്താ പറയാനുള്ള, പിന്നെ കലാകാരിക്ക് എന്ന് പറയാനുള്ളത് ഇതേപോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടാൻ സപ്പോർട്ട് ചെയ്ത് പോണത്. എന്ത് പോയിന്റ് പറഞ്ഞ് ആലോചിച്ചിരിക്കുന്നത്, ഹാപ്പി ആയിട്ട് ജീവിക്കുക, തല്ലൊന്നും കൂടരുത്, അടിപൊളിയായിട്ട് ജീവിക്കാം. അതെ, അഞ്ജലിച്ച് സൂപ്പർ. അല്ല അതിന് അടിപൊളിയാണ്. ചേച്ചീനെ പോലെ നിൽക്കാൻ ഞാനാണെങ്കിൽ എനിക്ക് പറ്റില്ല. ചേച്ചിയുടെ ലൈഫായാലും കാര്യങ്ങളായാലും ചേച്ചിയുടെ ഡാൻസിനോടുള്ള ഒരു ഇഷ്ടം, അതുകൊണ്ടൊക്കെ നമ്മളൊക്കെ എനിക്കും ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ഇല്ലേ ചേച്ചി. ശരിക്കും ഞാൻ എപ്പോഴും അമ്മോട് പറയും, ചേച്ചിയുടെ അവസ്ഥയിൽ നമ്മളൊക്കെ ആണെങ്കിൽ എനിക്കൊന്നും പറ്റുന്നില്ല ആലോചിക്കാൻ കൂടി. ഓൾ ദി ബെസ്റ്റ്. ആരാണ് നിങ്ങൾ അടി കൂടുന്നു പറഞ്ഞല്ലോ, ഏറ്റവും ആദ്യം അടിയിൽ ജയിക്കുന്നത് ആരായിരിക്കും? ഫസ്റ്റ് ആരാണ് അക്കോളജൈസ് ചെയ്യാൻ അല്ലേ? ഓക്കെ, ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ഓക്കെ, ആരാണ് ഫസ്റ്റ് ഐ ലവ് യു എന്നോട് പറഞ്ഞത്? ആരാണ് ആരാണ് ഫസ്റ്റ് പ്രൊപ്പോസ്? ആരാണ് ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നത്? ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാ. നിങ്ങളെ നല്ല ഷെഫ് ആരാണ്? पर कुड़िया दे नाल बहुत स्वीट है, मुंडा थोड़ा ऑफ बीट है, पर कुड़िया दे नाल बहुत स्वीट है, ईसा ये बड़ा डीट है, वायरल हो गया ये ट्वीट पर फूल फूल करने में कूल तू बड़ी तेज कटारी है. അതെനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടായ, കാരണം എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പം ഇങ്ങനെ അഞ്ജന ചോദിച്ചു, ചേച്ചി ഇത് ക്യാൻസൽ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനും ഒന്ന് കൺഫ്യൂസ്ഡായി, ഇത് ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ എന്നുള്ളത്. കാരണം പെട്ടെന്ന് തീരുമാനിച്ച സർജറി ആയിരുന്നു അത്ര. പിന്നെ ഡോക്ടർ 4 ദിവസം റെസ്റ്റ് മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് 4 എന്നുള്ളത് 7 ആക്കിക്കോളോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ കുറച്ച് എക്സ്റ്റെൻസീവ് സർജറി ആയിരുന്നു. അപ്പോൾ രാവിലെ എന്നെ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്നും ഇപ്പം ഞാനെങ്ങനെയാന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. കാരണം ഒരു ചടങ്ങ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്യാന്ന് പറയണത് അതത്ര നല്ല കാര്യമല്ല.
ഒരു ശുഭകരമായിട്ടുള്ള കാര്യമല്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിൽ നമ്മൾ ഈ ചടങ്ങ് നടത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ജന, വിഷ്ണുമായ, അമ്മണി, സുഗിത, ചഞ്ച്ലി, ശരണ്യ, ശ്രദ്ധ, ഇവരൊക്കെ എൻ്റെ മക്കളാണ് ശരിക്കും. അത് എന്താ പറയുക, ഒരുപക്ഷെ ഞാനൊരു 18, 19, 20 വയസ്സിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇതേ പ്രായത്തിലുള്ള ഒരു മോളെനിക്ക് ഉണ്ടായേനെ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇവരെന്നോട് കാണിക്കുന്ന സ്നേഹവും എനിക്ക് ഇവരോടുള്ള സ്നേഹവും അതൊന്നും എത്ര പറഞ്ഞാലും എത്ര കൊട്ടിഘോഷിച്ചാലും ഒന്നും തീരാത്തൊരു കാര്യമാണ്. ഇവിടുത്തെ ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് ഇവിടെ തന്നെ ഇത് നടത്തിയതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം അഞ്ജനയ്ക്ക് നിർബന്ധമായിരുന്നു ഞാൻ ഈ അഞ്ജനയുടെ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ചടങ്ങിൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ഒരു പെൺകുട്ടിക്ക് കല്യാണം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഭാഗം ഞാനും കൂടി ആവണം എന്നുള്ളൊരു മോഹമായിരുന്നു മോൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 22-ാം തീയതി പോവാണ്, US പോവാണ്. കല്യാണം 30-ാം തീയതിയാണ്. 31-ാം തീയതി ഞാൻ അവിടുന്ന് വരുള്ളൂ. ഒന്നും അങ്ങോട്ട് ചേരായക വന്നപ്പോൾ സാധാരണ ഈ ഹൽദിയൊക്കെ 2 ദിവസം മുമ്പേ നടത്തുള്ളൂ. ഇത് ഒരിക്കലും എവിടെ ഉണ്ടാവാത്ത ഒരു ചടങ്ങായിരിക്കും 1 മാസം മുമ്പ് 1.5 മാസം മുമ്പ് ഹൽദി നടത്തുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഇവിടെ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ ഇത്രയും ഐശ്വര്യമായിട്ട് അച്ഛനമ്മമാരുടെയും മോൻ്റെ അച്ഛനമ്മമാരുടെയും അമ്മമ്മമാരുടെയും അമ്മയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ, അനിയത്തിയുടെയും എല്ലാവരുടെയും കുടുംബക്കാരുടെ എല്ലാം സാന്നിധ്യത്തിൽ, അതുപോലെ നമ്മൾ സൃഷ്ടി കുടുംബത്തിലെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നടത്താൻ സാധിച്ചത് വളരെ സന്തോഷമായിട്ട് കരുതുകയാണ്. ഓക്കെ, ഹൽദി എന്തിനാ നടത്തണേന്നറിയോ? ക്വസ്റ്റ്യൻ. ബിഗ് ഡേ ആണ്. ആ ബിഗ് ഡേയില് അവർ ഏറ്റവും തിളങ്ങി നിൽക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ നമ്മളാണെങ്കിലും പണ്ട് മഞ്ഞളൊക്കെ തേച്ച് തന്നെയാണ് കുളിച്ചിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊക്കെ മഞ്ഞൾ തേച്ചിട്ട് കുളിച്ചിരുന്ന ഒരു കാലം ഓർമ്മയുണ്ട്. ഇപ്പൊ അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ല ചടങ്ങ്, അത് ജീവിതത്തിന്റെ ഒരു വലിയ ടേണിംഗ് പോയിന്റിലേക്കുള്ള നല്ല ചടങ്ങ്, നല്ല നല്ല കളർഫുൾ ആയിട്ട് ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അത്രയും കളർഫുൾ ആണ്. ഈവൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡാൻസ് ക്ലാസ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് പോലും ഇതിന് മാച്ചായിട്ട് നിൽക്കണമെന്ന് എനിക്ക് തോന്നി. അത്രയും കളർഫുൾ ആയിട്ട്, അത്രയും ദോഷങ്ങളൊന്നുമില്ലാതെ, കണ്ണ് പറ്റാതെ, അതുപോലെ ആരോഗ്യത്തോടുകൂടി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടുപേരോടും പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, ബോത്ത് ഓഫ് യു. അത്രയും ആരോഗ്യത്തോടു കൂടി നിങ്ങൾക്ക് എത്ര നന്നായിട്ട് ഈ ഒരു സൊസൈറ്റീനെ സെർവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യം. അഞ്ജനയായാലും മോനായാലും നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ ആദ്യം ഹാപ്പി ആക്കുക. നമ്മൾ ഹാപ്പി ആയാലാണ് ബാക്കിയുള്ളവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അഞ്ജനയ്ക്ക് അഞ്ജനയുടേതായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളുള്ള കുട്ടിയാണ്, ഇടുക്കിയാണ്, നന്നായി പഠിക്കണ ഒരു മോളാണ്. ഞാൻ അഞ്ജനയുടെ അച്ഛനെയും ഈ അവസരത്തിൽ ഓർക്കണം. ഞാൻ നല്ല അഞ്ജനോട് സംസാരിക്കുകയായിരുന്നു. അച്ഛൻ നല്ല അസലായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, ശരിയാണ് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അഞ്ജനയ്ക്കും അതുപോലെ നല്ല രീതിയിൽ അച്ഛനെല്ലാവരെയും സെർവ് ചെയ്ത പോലെ മോൾക്കും അത് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ. അതിന് ഒരുത്തർക്ക് ഒരാൾ സപ്പോർട്ടായിട്ടുണ്ടാവട്ടെ. ഫാമിലി എസ്പെഷ്യലി അച്ഛനമ്മമാര്, എനിക്കറിയാം ഇപ്പൊ ഈ കല്യാണത്തിന് മുമ്പേ അവിടെ ഒരു ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങാൻ നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എത്രത്തോളം ആ മോളെ ഇഷ്ടമുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിന് അച്ഛനമ്മയ്ക്കും പ്രത്യേക നന്ദി. അപ്പം ഇവിടുത്തെ അമ്മ ഒറ്റ മോളാണ്. അപ്പൊ അമ്മയ്ക്കും അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല. കാരണം നല്ലൊരു ഫാമിലിയിലേക്കാണ് മോള് പോണത്. അപ്പോൾ ആ ഐശ്വര്യം എന്തായാലും ആ ഫാമിലിയിലും ഉണ്ടാവും, നമുക്കുണ്ടാവും. ഒരുമിച്ച് 2 കുടുംബങ്ങളും ഒരുമിച്ച് വളരാൻ സാധിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് പ്രാർത്ഥന. ആൻഡ് മൈ സിൻസിയർ പ്രേയേഴ്സ് ടു ബോത്ത് ഓഫ് യു. ഐ വിൽ മിസ് ദ മാരേജ് ഫങ്ഷൻ, ബട്ട് എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെ ആയിരിക്കും. ഞാനും ചിലപ്പോൾ നമ്മുടെ
2-3 പേരൊന്നും ഇവിടെ ഉണ്ടാവില്ല. ബട്ട് വി ഓൾവേസ് ഫോർ ബോത്ത് ഓഫ് യു വി ആർ ദേർ. എപ്പോഴും ഉണ്ടാവും. എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു കോളിനപ്പുറത്ത് ഞങ്ങളെല്ലാവരും ഉണ്ട്. ആൻഡ് ഐ ലവ് യു. എന്റെ സ്ഥാനത്ത് നിന്നിട്ട് എല്ലാരും ഇൻവൈറ്റ് ചെയ്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം ചെയ്തതിന് സ്പെഷ്യൽ എല്ലാവരും ഉണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. സോ ഓൾവേസ് വി ഓൾ ആർ ദേർ ഫോർ ഈച്ച് അതർ. ഞങ്ങളുടെ സൃഷ്ടിയുടെ സ്ട്രെങ്ത് ആണ്. സംഭവിച്ചാൽ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടല്ല. കനിയമുതേ കണ്ണമ്മ പേസും സിത്തിരമേ പിള്ളை കനിയമുതേ കണ്ണമ്മ பேசும் போர் சித்திரமே அள்ளி அணைத்திடவே चढ़ के जो